ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. കുറച്ചു മുമ്പ് വരെ ഉറങ്ങിക്കിടന്ന് ബിഗ് ബോസിന്റെ പട്ടിയെ കൊണ്ട് ആദ്യമായിട്ട് കുരപ്പിച്ച RJ വിൻസി ഇപ്പൊ എഴുന്നേറ്റ് കിച്ചണിൽ നിന്ന് അനീഷിന്റെ പടലിക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷാരിയയ്ക്ക് വക്കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു RJ വിൻസി. ഒരു പുള്ളി അവിടുന്ന് ഒന്ന് മാറിയപ്പോഴത്തേക്കും അഭിലാഷിന്റെ കൂടെ നിന്ന് അനീഷിന്റെ കുറ്റവും പറഞ്ഞു. അഭിലാഷിന്റെ അടുത്ത് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ അഭിലാഷ് പറയുന്നു, നീ സംസാരിക്കുന്ന പോലെ മാന്യമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും റേസ് ആയത്. ഇന്നലെ വന്ന് ഞാൻ അയാളെ അങ്ങ് വിട്ടു, ഞാൻ ഒരു സൈഡിൽ കൂടെ ഞാൻ അങ്ങ് പൊക്കോണ്ടിരിക്കുവാണ് എന്നൊക്കെയാണ് അഭിലാഷ് പറയുന്നത്. പിന്നെ റെനെ ആ വഴിക്ക് വന്ന സമയത്ത് റെനയോട് ബിൻസി പറയുന്നുണ്ട്, ഇതിലും വലിയ ഷോ കാണിച്ചവന്മാർക്കൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. റെനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ അത് തിരുത്തി കൊടുക്കണം, മര്യാദയ്ക്ക് അത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം, അല്ലാതെ വെറുതെ പുള്ളിയുടെ മണ്ടയ്ക്ക് കയറരുത് എന്നാണ് റെനെ പറയുന്നത്. റെനയ്ക്ക് വിവരമുണ്ട്. അഭിലാഷ് അതിന് ചുട്ട മറുപടി എന്ന പോലെ പല്ല് കടിച്ചോണ്ട് പറയുകയാണ്, തിണുത്തി കൊടുക്കുന്നതൊക്കെ നീ അങ്ങ് തിണുത്തി കൊടുത്താൽ മതി എന്നാണ് കേട്ടോ. ഭാഷയുടെ നിലവാരം നിങ്ങളൊന്ന് നോക്കിക്കോണം. പുള്ളി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. തിണുത്തി എന്നാണ് പറഞ്ഞത്, തിരുത്തി എന്ന് പോലും അല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടത്തിൽ ആകെ ബിഗ് ബോസിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളത് രേണു സുധിക്കും ജിസേലിനും രണ ഫാത്തിമയ്ക്കും ഒക്കെയാണ്, പിന്നെ അനീഷിനും ഒക്കെയാണ്. വേറുള്ള ആർക്കും തന്നെ ഈ ഒരു റിവേഴ്സ് സൈക്കോളജി പരിപാടി ശരിക്കും പിടി കിട്ടിയിട്ടില്ല. ഹൗസിനകത്ത് ഇപ്പൊ അനീഷിനേക്കാൾ വലിയൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇല്ല എന്ന അവസ്ഥയായി രണ്ടാം ദിവസം തന്നെ. ഇതൊക്കെ അനീഷിന്റെ മാരകമായ മറ്റേ ഓഡിയൻസ് ഗെയിം, മൈൻഡ് ഗെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. മാക്സിമം പ്രൊവോക്ക് ചെയ്ത് പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ള ഒറ്റ സ്ട്രാറ്റജിയെ അനീഷ് അവിടെ ഇറക്കിയിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.